CR വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. താരനും മുടി കൊഴിച്ചിലും പലരുടെ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ നമുക്ക് തയ്യാറാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സാധനമാണ് ഉലുവ. മുടിക്ക് മുടി കൊഴിച്ചിലും നല്ല തിക്നെസ്സും ഒക്കെ തോന്നിക്കാനായിട്ട് ഉലുവ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനിവിടെ ഉലുവ എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് എത്ര ലെങ്തും മുടിക്കുള്ള ഉള്ളും അനുസരിച്ച് മാത്രമേ നമ്മൾ ഉലുവ എടുക്കാവൂ. എൻ്റെ മുടിക്ക് ഇത്രയും തന്നെ മതിയാകും. അപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഉലുവ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഉലുവ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കാവേ. അപ്പം നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ഉലുവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെള്ളമായിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തേണ്ടി വരാം. അപ്പം ഗായ്സ്, ഞാൻ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്ത ഉലുവ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കണേ. അപ്പോൾ ഗൈസ്, നമ്മൾ അതേ ഉലുവ അരിച്ച് നല്ല പേസ്റ്റ് പോലെ ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. അതിൽ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഉലുവ ജെല്ലി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്യണം. ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യണേ. ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഹെയറിലും. അപ്പോൾ എന്ത് ഹെയർ പാക്ക് ഉപയോഗിച്ചാലും എന്ത് നമ്മൾ തലയിൽ മുടി വളരാൻ ഉപയോഗിച്ചാലും ഉറപ്പായിട്ടും തന്നെ നമ്മുടെ നല്ല രീതിയിൽ തന്നെ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് ഉലുവ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ഒന്ന് കെട്ടി വെച്ച് അത് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാതെ